OR P225. Sysmate. Benjamin. Mosher M2. ബുഷിന്റെ തള്ളയുടെ വരെ പാസ്പോർട്ട് അടിക്കുന്ന പിറപ്പുകൾ ഇപ്പം അന്തേരിലുണ്ട്. ഇതിൻ്റെയും വരവവിടെ തന്നെ മണിക്കൂർ കണക്കിന് കാശ് വാങ്ങിക്കുന്നവരെ ആരാലും കൊണ്ട് ഇറക്കിയിരിക്കുന്നത്. അവന്മാർ ടീച്ചറെ ഒരാഴ്ചയായിട്ട് ഫോളോ ചെയ്തിരുന്നു. ഇതാ ഡോക്ടർ അല്ലേ? അതെ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ടീച്ചറെ കാണാൻ കഴിഞ്ഞിരുന്നു. പ്ലീസ്. ടീച്ചറെ ഒറ്റക്കൊടുത്തിന് തനിക്കുള്ള ശമ്പളം എത്രയായിരുന്നു? ബിലാൽ, എന്നെ കൊണ്ട് ഈ തടി വെറുതെ പഴുപ്പിക്കരുത്. ടീച്ചർ ഈ അടുത്ത ദിവസം താൻ കണ്ടിട്ടില്ല അല്ലേ? ടീച്ചറെ എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു. പേടി കൊണ്ടാ ഒന്നും പറയാതിരുന്നത്. താൻ ആരെയാ പേടിക്കുന്നത്? പേടിയെന്ന് പറഞ്ഞാൽ ടീച്ചറുടെ മർഡറുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട്. ടീച്ചർ ഒരു കംപ്ലൈൻറ്റ് SI ജോർജിന് കൊടുത്തിരുന്നു. എന്ത് കംപ്ലൈന്റ്? കംപ്ലൈൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എഡി ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് എവിടുന്നോ കുറച്ച് കാശ് കടം മേടിച്ചിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേരിൽ എന്തെല്ലാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താൻ എന്താ നേരത്തെ പറയായിരുന്നു? ബിലാലെ, എനിക്ക് ആകെപ്പാടെ ഉള്ളത് എൻ്റെ ഈ മോള, അവക്ക് ഞാനും. അതാ. അവനവൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാ. എന്നാൽ ടീച്ചർ അങ്ങനെയായിരുന്നില്ല. ടീച്ചറെ മനസ്സിലാക്കാൻ തനിക്കൊന്നും കഴിഞ്ഞിട്ടില്ലടോ. ആ ജോർജ് പണ്ടേ കാക്കിയിട്ടൊരു പിമ്പ. അവനുള്ള നറുക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ എഡ്ഡി എന്താ ഇത് പറയായിരുന്നു? ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട്. ഭായ്, ഇന്ന് ഇൻഷുറൻസ് കമ്പനി നിർത്തം വന്നിരുന്നു. അമ്മയുടെ പേരിൽ 20 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞ്. അതിന്റെ നോമിനി എഡിയാണ്. ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാരണം കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവണ്ടെന്ന് കരുതി. ഇപ്പോൾ ടീച്ചറിൻ്റെ മക്കളെല്ലാം ഇത് അറിഞ്ഞ സ്ഥിതിക്ക് സാർ, എനിക്ക് പേടിയുണ്ട്. ഞാനും എൻ്റെ മകളും. കം ഓൺ ഡോക്ടർ, ഡോണ്ട് ബി നെർവസ്. ഒരു പ്രശ്നം ധൈര്യமா പോയിട്ട് വാங்க. ഇയാൾ ഈ പറഞ്ഞതിൽ ഏതാ വിഷയം ഇരിക്കുക? കംപ്ലൈന്റ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല സാർ. പക്ഷെ ഒരു ദിവസം ആ ടീച്ചർ ഇവിടെ വന്നിരുന്നു. അവര് ജോർജ് സാറിനോടൊക്കെ സംസാരിക്കുന്നത് കണ്ടു. എന്താ കാണിക്കുന്നത്? ബിലാലെ, നിന്റെ ടാ പോലെയുള്ള ശരീരം കരിച്ച് ഭസ്മമാക്കാൻ എനിക്കൊരു നിമിഷം മതി. ഞാൻ ആരാണെന്ന് നിനക്കറിയാം. ടീച്ചർ എനിക്ക് ആരായിരുന്നു നിനക്കറിയാം. നിനക്ക് ഈ കേസുള്ള ഇൻവോൾവ്മെന്റ് എന്താ? പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ വെടിപ്പുരയ്ക്ക് ഞാൻ തീ കൊടുക്കും. പിന്നെ നിന്റെ ഭാര്യയ്ക്ക് കോരിയെടുത്തുനിന്ന് കരയാൻ പോലും ഒരു തരി ബാക്കി ഉണ്ടാവില്ല. ബിലാലെ, എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ എന്തെങ്കിലും പറഞ്ഞ. ആരെയോർത്തടാ നീ പേടിക്കുന്നേ? മേയറെ ബിലാലെ, നമ്മുടെയൊക്കെ കണ്ണെത്ത് നിന്ന് മേലെ പറക്കുന്ന മേയർ. കൊച്ചിക്ക് പുറമെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അയാളുടെ കച്ചവടം തൊടാൻ പറ്റുകയില്ല. അയാളുടെ നേൾ പോലെ നിൽക്കുന്ന ഒരുത്തുണ്ട്, സായിപ്പ് ടോണി. മേയുടെ ബിനാമിയ ആ കപ്പൽ സൂസിയില്ലേ, അവിടെ വിത്ത. മേയറേയും സായിപ്പിനെയും കുറിച്ച് എന്തിനാ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്നേ? കാര്യം പറയടാ. ആ കായലിനടുത്തുള്ള ഗോഡൌൺ ഇല്ലേ, അത് മേയർക്കും ടോണിക്കും കണ്ണുള്ള സ്ഥലമായിരുന്നു.
പക്ഷെ ആർക്ക് സ്ഥലം കൊടുത്താലും അവന്മാർക്ക് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ടീച്ചർ കട്ടായം പറഞ്ഞോടെയാ അവന്മാർ കലിപ്പിലായത്. പിന്നെ 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 മേയറും ടോണിയും കൂടി നടത്തുന്ന ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ഹോട്ടൽ തുടങ്ങാനെന്ന് പറഞ്ഞ് വട്ടിപ്പലിശക്ക് എഡ്ഡി കാശെടുത്തു. ഹോട്ടൽ പ്ലാനൊക്കെ ഏതാണ്ട് നിയമപ്രശ്നമൊക്കെ പറഞ്ഞ് മേയർ തന്നെ അങ്ങ് പൊളിച്ചു. ടീച്ചർ തൻ്റെ ഒരു പരാതി തന്നിരുന്നു. അത് ഈ ഹാൻഡിക്കിന്റെ കൂടെ പിള്ളേരെ കയറ്റിവിടുന്ന പരിപാടി ടോണിക്കുണ്ടായിരുന്നു. ഒരിക്കൽ കപ്പലിൽ നിന്ന് കുറെ പിള്ളേരെ രക്ഷിച്ചോണ്ട് വന്ന് ടീച്ചർ. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും പറഞ്ഞായിരുന്നു ടീച്ചറിന്റെ പരാതി. എന്നിട്ട് നീ ഈ പരാതി കീറിക്കണം അല്ലേ? ഞാൻ കീറിക്കളഞ്ഞത് നേരാ, പക്ഷെ നിങ്ങളുടെ അനിയൻ എഡ്ഡി പറഞ്ഞിട്ടാ. അവനെ പാണ്ടിക്കുടി കോളനി കയറിയിട്ടുണ്ട്. വണ്ടി റൈറ്റിലേക്ക്. ഇവനാ അസി, പാണ്ടി അസി, നമ്മുടെ ജമാലിക്കയുടെ മകനാ. ജമാലിക്ക ഇപ്പം കിടപ്പില്ല. ഇവനാ സായിപ്പ് ടോണി എന്ന് പറഞ്ഞവന്റെ കൂടെ. സായിപ്പ് ടോണി നിനക്ക് മനസ്സിലായില്ലേ? പണ്ട് നീ പഞ്ഞിക്കിട്ടൊരു ബാസ്റ്ററില്ലേ, അവനൊരു ചേച്ചിയുണ്ട്. ഒരു സ്ട്രീറ്റ് കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന സായിപ്പന്മാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സാധനം. അവരുടെ മകനാണ് സായിപ്പ് ടോണി. ബാങ്കിൽ നിന്ന് എടുത്ത കാശുമായിട്ടാ എഡ്ഡി വന്നേ. തിരിച്ചു പോയപ്പോ കയ്യിൽ ബാഗ് കണ്ടില്ല. പാണ്ടി ഒന്ന് കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാൻ നിങ്ങളുടെ പുള്ളേനെ ഒന്ന് കാണാമെന്നതാ. എന്താണിക്ക? ആ കാശിങ്ങട്. ഇക്ക അത് കാശ് തരാം. ഇത് എഡ്ഡിയും ടോണിയും തമ്മിലുള്ള ഇടപാടാ. നമ്മ അതിന്റെ ഇടയിൽ നിൽക്കണമെന്ന് മാത്രം. വെറുതെ പ്രശ്നവും. ആർക്ക് പ്രശ്നം? എഡ്ഡിക്കും പ്രശ്നവും ടോണിക്കും പ്രശ്നവും. കാശെടുക്കസി. ഇത് ഞാനും കൊണ്ടുപോവാ. കാശ് വേണമെങ്കിൽ അവനോട് എന്നെ വന്ന് കാണാൻ പറ. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ മാത്രം തന്തയ്ക്ക് പറഞ്ഞിട്ടില്ലാന്ന് തെളിയിച്ചു. അല്ല, ഇത് ആരൊക്കെയാ? ഈ വഴിയൊക്കെ പറയല്ലേ? എഡ്ഡിയുടെ പുറത്തു പോയിരിക്കുക. എടാ ബിജു, ഇരിക്കടാ. എഡ്ഡി വന്നാ വീട്ടിലോട്ട് വരാൻ പറ. മുരുക, എഡി ഇപ്പൊ വരും. ഒരു കാപ്പിയെങ്കിലും കുടിച്ചിട്ട് പോവാം. സലീന, എഡി എത്ര ലേറ്റ് ആയാലും വീട്ടിലേക്ക് വരാൻ പറ. നല്ല കയ്യാലേ. ഞാൻ സ്കൂട്ടി ചെയ്തു. എടാ ജോസെ, നിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടു. നമ്മുടെ ജോണിച്ചാന്റെ മോളിലെ റോസി. ഏത്? ആ വെളുത്ത റോസിയോ? അവക്കെങ്ങനെയാ കുക്കിംഗ് ഒക്കെ അറിയാമോ? ആ, അത്യാവശ്യത്തിന് ഫുഡൊക്കെ ഉണ്ടാക്കും. എന്നാ നമ്മുടെ ഹോട്ടലിലേക്ക് വിട്. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട്.
എന്നിട്ട് ഒന്നുമില്ല. ആ, ആ ACP ബാലാജി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മൾ ACP വിചാരിക്കുന്ന പോലെയല്ല. അതല്ല, സ്റ്റേറ്റ്സിലേക്കാ 20 ലക്ഷം. ബിലാൽ വന്നിരുന്നു. അവൻ എന്തോ സംശയം. താനെന്തു പറഞ്ഞ്? ഓ, ഞാനൊന്നും പറഞ്ഞില്ല. ഒന്നും. ഏയ്, ജോർജ് വാ. ഇമ്പോർട്ടഡാ. ബിലാലിന് വേണ്ടി ഇവന്മാര് നല്ല ആന്റിക് പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ തുടങ്ങി വെച്ച കളിയാ. ഞാൻ തന്നെ ഇതങ്ങ് തീർക്കുക.